ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോഫി ഡേ ഇൻ മൈ ലൈഫ് എന്നോ അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡേ ഒരു കോഫി റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സോ നിങ്ങളൊരു കോഫി ലവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ വേറെയും കുറച്ച് കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ. അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടു നോക്കുക. അപ്പം നമുക്ക് രാവിലെ തന്നെ നല്ലൊരു കോഫി ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ചൂടുള്ളതാക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇതേപോലെ കോഫി പൗഡർ, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ലേശം വെള്ളം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ നല്ല ചൂടാക്കിയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കോഫിൻ്റെതും കൂടി ഇട്ട് കൊടുക്കുക. മേലെ കുറച്ച് ഡെക്കറേഷനും വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം അത്രേ ഉള്ളൂ, സെറ്റായി നമ്മുടെ കോഫി. ഇതിപ്പോൾ എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യണ അതേ ലുക്ക് വന്നിട്ടില്ലേ? കോഫി തീമിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒരു ജേർണലിങ് ചെയ്യാം. ജേർണലിങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആദ്യം ഈ ഒരു കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഇത് കുടിക്കാനും അടിപൊളിയാണ് കേട്ടോ. സംഭവം സെറ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതല്ലേ. ഇനി അടുത്തത് നമുക്ക് ജേർണലിങ് ചെയ്യാനുള്ള പണി തുടങ്ങാം. നമ്മൾ ഇതിന് മുന്നൊക്കെ കുറേ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കോഫി തീമിൽ. ഇപ്രാവശ്യം നമുക്ക് അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ഒരു പേപ്പറിൽ ഒരു പെയിന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രൗൺ പെയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോണ്ട് ഒരു സ്റ്റിക്കറും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജേർണലിൽ ചെയ്യാം കേട്ടോ. ഈ ജേർണൽ ബുക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ കോഫി പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിന് ഒരു വിന്റേജ് ജേർണൽ ബുക്കാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു ബുക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, കോഫിന്റെ മണാണ്. ഇത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൽ ചെയ്തു തുടങ്ങാം കേട്ടോ. ഞാൻ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ട് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതിലൊന്ന് ഗ്ലൂ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് 4 സൈഡിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ ആദ്യം ഈ ഒരു കോഫിൻ്റെത് ഇവിടെ ഇനി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഞാൻ മാറ്റി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ എനിക്ക് ആദ്യം ഇങ്ങനെ ഒട്ടിച്ചപ്പം ഇത് കാണാൻ രസമുണ്ട് തോന്നി. പിന്നെ അത് ഒട്ടിച്ച് ഫുള്ളായിട്ട് കഴിഞ്ഞപ്പം ഇത് രസമില്ലാന്ന് തോന്നി. പിന്നെ ഞാൻ വീണ്ടും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ തോന്നണേ മേലെ തന്നെ ഇനി രസം എന്നാണ്. അതിനിയിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, കഴിഞ്ഞില്ലേ. പിന്നെ ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പിൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആൽഫബറ്റിൻ്റെ സ്റ്റാമ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പെൻസിൽ കളർ വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാണ് കേട്ടോ, ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നും കട്ട് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഇനി അതിൽ ഓരോന്നിലും പശ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ. പിന്നെ പറയാൻ മറന്നോ, ഞാനിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു ആനിമി മൂവി എന്ന് പറയുന്നത് ഇന്ത്യസ് കോർണർ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനിമി മൂവിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആനിമി മൂവീസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മൂവി മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും ഇഷ്ടപ്പെടും.
അങ്ങനെ നമ്മളിതിപ്പോൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കോട്സ് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. ഓരോ തീമിൽ ചെയ്യുക. ഈ സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ട് വരച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജേർണലിങ്ങിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു ഐഡിയ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ തന്നിട്ട് പ്രോത്സാഹിപ്പിക്കേ. But doesn't marriage mean more to you? ഇനി കുറച്ച് സ്കിൻ കെയർ ആവാം. അത് നമുക്ക് കോഫി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഹണി, കടലപ്പൊടി, അധികം ഈ ഒരു കോഫി പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാലോ ഒരു കോഫി നമ്മളെ ഫേസിലൊക്കെ തേക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു ഗ്ലോ, ഒരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കോഫി വെച്ചിട്ടുള്ള പാക്കൊക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് കോഫി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. ഞാനിത് റീൽസിൽ കുറച്ച് ദിവസം മുന്നേ കോഫി പൊടിയൊക്കെ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കണ കണ്ടിനി. അന്നേ ഞാൻ നോട്ട് ചെയ്തത് ഇപ്പം എന്തായാലും പറ്റിയ സാഹചര്യം കിട്ടിയോണ്ട് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ 2 മുട്ടയും പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഇതേപോലത്തെ 2 പാക്ക് കോഫിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പക്ഷേ ഇവിടെ വെച്ചിട്ട് എനിക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ 1 സ്പൂണ് കൊക്കോ പൗഡർ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വനില എസൻസും. ഇനി നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എനിക്ക് ബേക്കിംഗ് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്ക് കുറേ ദിവസമായിട്ട് ഈ ഒരു കോഫി കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ആവുമെന്ന് അറിയണം എന്നുണ്ട്. നിങ്ങൾക്ക് കോഫിയൊക്കെ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ആ ടൈമിൽ നമുക്കൊരു പെട്ടി ഒട്ടിക്കാം. ഈ ഒരു ബോക്സ് എനിക്ക് കിട്ടിയിട്ട് മാസങ്ങളോളായിരുന്നു കേട്ടോ. ഇതിന് പറ്റിയൊരു സാഹചര്യം കിട്ടട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും കാലം ഇത് ഓപ്പൺ ആക്കാതെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇതിന് പറ്റിയിട്ടുള്ള ടൈമാണ്. നിങ്ങളൊരു കോഫി ലവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പാക്ക് പൊട്ടിച്ച് നോക്കാം. നമ്മൾ ഈ കോഫി അഡിക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരു ദിവസം കോഫി കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന, മൂഡ് ഓഫ്, ഇൻട്രസ്റ്റ് ഇല്ലാത്ത അങ്ങനെയൊക്കെയുള്ള ആൾക്കാരില്ലേ? അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല എല്ലാത്തവർക്കും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഈ കാണിക്കാൻ പോണ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് പോകുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മളെ ബാഗിൻ്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തേക്ക് കിടക്കാം കേട്ടോ. ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ ഈസി ആണെന്ന് പറയാനുള്ള മെയിൻ കാരണം ഇതിങ്ങനെ ബോട്ടിലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കണ ആ ഒരു ഇതിൽ എടുത്താൽ മതിയല്ലോ. ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്കൊരു ചെറിയ ഒരു കോഫി മേക്കർ പോലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ.
ഇനി ഇതിന്റെ കൂടെ വന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നോക്കാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് കോഫി പൊടി അളവിനെടുത്തിട്ട് ഇതിൽ ഇടാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു കണക്ടർ കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചാർജ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ഇവിടെ കണ്ടല്ലോ, ഈ ഒരു പ്ലേസിൽ വേണം നമ്മൾ കോഫിപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം കോഫിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ഇതേപോലെ വെച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ ആ ഒരു സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബോക്സിനെ കൂടെ സെപ്പറേറ്റ് ഒരു കപ്പ് കിട്ടിനിയല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചു പിടിക്കാം. എന്നിട്ട് മേലത്തെ ആ ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചൂടൊന്നും ആക്കണ്ട. ഇതിൽ നമുക്ക് കോഫി റെഡി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഒരു ബട്ടണ്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ മേക്ക് ചെയ്യണ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ കോഫി റെഡി ആയിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഉയർത്തി നോക്കിയാൽ ആ വെള്ളം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് തരാം കേട്ടോ. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കോഫി. ഇനി ഇതിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് പിന്നെ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളൊരു കോഫി ലവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് മസ്റ്റായിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാവാത്തവർക്ക് പെട്ടെന്ന് ഒരു ഒറ്റ ഇതിലൊന്ന് പറഞ്ഞുതരാം കേട്ടോ, ഒരു ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു മേളത്തെ ഈ ഒരു ഭാഗത്തിൻ്റെ ഓപ്പൺ ആക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കോഫിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് തിരിച്ചു വെക്കുക. എന്നിട്ട് വേണം മേലത്തെ ആ ഒരു ഇത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം വെക്കുക. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പം അതിലൊരു സൗണ്ട് വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓപ്പൺ ആക്കി നോക്കിയാൽ നമ്മുടെ കോഫി റെഡി ആവും. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അത് കാണിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ കേക്ക് സെറ്റായിട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കേക്ക്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ട്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഒരു കോൾഡ് കോഫിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ ജേർണലിങ് ചെയ്തപ്പോൾ ഒരു മൂവി കണ്ടിന്യൂല്ലോ, അനിമി മൂവി. അപ്പോൾ ആ ഒരു മൂവിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഫുള്ള് കണ്ടിട്ടില്ലേ ഇനി? അപ്പം നമ്മളിവിടെ കോൾഡ് കോഫി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയണത് തന്നെ ആയിരിക്കും. ആദ്യം നമ്മൾ കുറേ ഐസ് ഇട്ട് കൊടുത്ത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ പേസ്റ്റ് ആക്കില്ലേ, അതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അതിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കുറേ കാര്യങ്ങൾ കോപ്പി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട് കേട്ടോ. കോപ്പി വെച്ചിട്ട് നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഇന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഒന്നിനും ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ തോട്ട് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.